മണിച്ചെണ്ട് വരി വണ്ടായി പറന്നു മലർ ചെണ്ടിന്റെ കാതിൽ ചൊന്നതിന്റെ പറയില്ലേ ഒരുപാടിഷ്ടമായി നിന്നെ എനിക്ക് കരളിൽ കനവിൻ കാട്ടുനവ കാപ്പഴുത്തതും അറിഞ്ഞോ നീളൻ മുടിയിഴയിൽ പൂവന്നു ചൂടിയോളെ പൂവാകച്ചോട്ടിൽ എന്നെ കാണാനായി നിന്നവനെ ആയില്യം കാവിൽ വിളക്കിന്നല്ലേ കൂടെ പോരാമോ പൂരോ വിളക്കും കാണാം കരിങ്കല്ലിൽ കടഞ്ഞ നെഞ്ചിനുള്ളിൽ ഞാൻ കണ്ടു മലർച്ചെണ്ട് മണിച്ചെണ്ട് ചവിട്ടി പൊട്ടിച്ച് ഡണ്ടണക്കണ ഡം ചെട്ടി മദള ചവിട്ടി പൊട്ടിച്ച് ചെട്ടി മദള ചവിട്ടി പൊട്ടിച്ച് ചെട്ടി മദള ചവിട്ടി പൊട്ടിച്ച് ചെട്ടി മദള ചവിട്ടി പൊട്ടിച്ച് ചവിട്ടി പൊട്ടിച്ച് ചവിട്ടി പൊട്ടിച്ച് വിട്ടുന്ന ചക്കിലൻ ചങ്കിട്ട് വട്ടം കറക്കല്ല നീ ചക്കാട്ടുന്ന പെണ്ണെ കഷ്ടമണിന്നോട് കണ്ടാലിത്തിരിയും ഇഷ്ടമുടെന്തേലും മുതതെന്നെന്തേ ആറ്റിൻ കരയിൽ വെയിലാറും നേരം വന്ന ഓരാമൊരായിരം കാര്യങ്ങൾ പെണ്ണെ പോരാമോ ഒന്നുയലാടാലോ ഞാനില്ല ആരെങ്കിലും കാണില്ലേ ഇല്ല നാടാകെ പറയില്ലേ ഞാനെടുത്തു വെച്ച കറുത്ത ചരടിൽ കുരുത്ത പൊന്തായി അത് കഴുത്തിൽ കെട്ടിത്തരുന്നതും കാത്തിരിക്കയില്ലേ ഞാൻ കരിങ്കല്ലിൽ കടഞ്ഞ നെഞ്ചിനുള്ളിൽ ഞാൻ കണ്ടു മലർച്ചെണ്ട് മണിച്ചെണ്ട് വരി വണ്ടായി പറന്നു മലർച്ചെണ്ടിന്റെ കാതിൽ ചൊന്നതെന്തേ പറയില്ലേ ഒരുപാടിഷ്ടമായി നിന്നെ എനിക്ക് കരളിൽ കനവിൻ കാട്ടുനവ കാപ്പഴുത്തതും അറിഞ്ഞോ നീളൻ മുടിയിഴയിൽ പൂവന്നു ചൂടിയോളെ പൂവാകച്ചോട്ടിൽ എന്നെ കാണാനായി നിന്നവനെ ആയില്യം കാവിൽ വിളക്കിന്നല്ലേ കൂടെ പോരാമോ പൂരോ വിളക്കും കാണാൻ ആയില്യം കാവിൽ വിളക്കിന്നല്ലേ കൂടെ പോരാമോ പൂരോ വിളക്കും കാണാൻ. താങ്ക് യു ശ്രീഹരി. വൈക എന്തായിരുന്നു തകർത്തു, സൂപ്പർ. താങ്ക് യു. അടിപൊളി ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചു. താങ്ക് യു. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ഓക്കെ ബാൺ ചേച്ചി. ഭയങ്കര പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു. നല്ല എനർജി ഉണ്ടായിരുന്നു. നന്നായിട്ട് ഈ കുട്ടി കുട്ടി കൊറിയോഗ്രാഫി ഒക്കെ അതിൻ്റെ ഇടയിൽ അടിപൊളി. പിന്നെ കോറസ് അടിപൊളി, ഭയങ്കര സപ്പോർട്ടായിരുന്നു. ശരിക്കും ഒരു സോങ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തോന്നി. അടിപൊളി. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. രവി ചേച്ചി. ഹായ് വൈഗ, ഹായ് ശ്രീഹരി. ഹായ്. എന്ത് പെർഫോമൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു, പ്രസന്റബിൾ ആയിരുന്നു. അത് മാത്രമല്ല നിങ്ങൾ ഡാൻസും കളിക്കുന്നു, പാട്ടും പാടുന്നു, അഭിനയിക്കുന്നു, വേറെ ലെവലായിരുന്നു. പിന്നെ ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു. അതായത് പാട്ടും ഒരു സ്ഥലത്ത് പോലും ഒന്ന് സ്ലിപ്പാവാതെ
ഭയങ്കര പ്രൊഫഷണൽ സിംഗിങ് എന്നൊക്കെ പറയില്ല, അതായിരുന്നു. താങ്ക് യു. എനിക്ക് രണ്ടുപേരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. എനിക്ക് എനർജി ബൈസ് എനിക്ക് കുറച്ചുകൂടെ വൈകയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശ്രീഹരി കൂടുതലാ ചേച്ചി. വിഷമിക്കരുത് കേട്ടോ, നീ അടിപൊളിയാണ്. സൂപ്പർ. നല്ല കണ്ണിങ്ങനെ ആനന്ദം പകരുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. വേർഡ്സ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഓർത്ത് വെച്ച് പാടാനായിട്ട്. അടിപൊളി, സൂപ്പർ. താങ്ക് യു രഞ്ജി ചേച്ചി. ഷാനിക്ക. ശ്രീഹരി, വൈഗ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. അപ്പൊ ശ്രീഹരിക്ക് ഇങ്ങനെ പാടാനൊക്കെ അറിയാം. എപ്പോഴും വിരഹവും കൊണ്ടുവന്ന് ഞങ്ങളതാ പറഞ്ഞോണ്ടിരുന്നത്. കറക്റ്റ് പാട്ട് കൊണ്ടുവന്നപ്പോ ശ്രീഹരി പൊളിച്ചടുക്കി. അത് നല്ല ഓപ്പൺ ആയിട്ട് പാടി. ഇവർ രണ്ടുപേരും പറഞ്ഞ തന്നെ ഭയങ്കര പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ശ്രീഹരി ആൻഡ് വൈഗ രണ്ടുപേരും. കുറച്ച് ഡാൻസ് ചെയ്യാൻ ശ്രീഹരി കുറച്ചൊരു ബുദ്ധിമുട്ട് കാണിച്ചെങ്കിലും അത് ശ്രീഹരിയുടെ ഡാൻസ് കൂടെ വൈഗ കളിച്ചു എന്ന് പറയുന്നതാണ് കറക്റ്റ്. അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. രമ്യ പറഞ്ഞാൽ ഇത് മനപ്പാടാക്കിയിട്ട് പാടിയത് ഒരു ഭയങ്കര വലിയ കൈയടി വേണം കേട്ടോ നിങ്ങൾക്ക്. താങ്ക് യു സർ. കാരണം ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് ഷീറ്റ്, സെക്കൻഡ് ഷീറ്റ്, തേർഡ് ഷീറ്റ്, അതും ക്രിസ് ക്രോസ് ആയിട്ട് ഒരു ലൈൻ ഒരാൾ അല്ലാതെ ഒരു സ്റ്റാൻസി ആയിട്ടും അല്ല പോണേ. ഒരാൾ എൻഡ് ചെയ്യുന്ന കൃത്യം സ്ഥലത്ത് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഹമ്മിങ്ങോട് കൂടി അടുത്ത ആൾ കയറുന്നു. ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു കേട്ടോ. അതാണ് ആ വാക്ക്, ഭയങ്കര പ്രൊഫഷണൽ സിംഗിങ് ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും കാഴ്ചവെച്ചത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ ശ്രീഹരി. ഇനിയും ഈ പറഞ്ഞ പോലെ വേഴ്സറ്റാലിറ്റി ആണ് നമ്മളിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കണേ. അപ്പൊ ഇനി ഇതുപോലത്തെ ഈ ഒരു ടൈപ്പ് നമ്മൾ കണ്ടു ഗംഭീരമായിട്ട്. ഇനി ഇതുപോലത്തെ ഒരെണ്ണം കൂടി ആവാം. എന്നിട്ട് പിന്നെ നമുക്ക് പിന്നീട് പോയാൽ മതി ഇനി വിരഹത്തിലേക്ക് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. രണ്ടുപേരും സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു ചേട്ടാ. എന്നെ ഞെട്ടിച്ച ശ്രീഹരിയാണ്. ഞാൻ ശ്രീഹരി അടുത്ത് നിന്ന് ഇതുപോലൊരു പെർഫോമൻസിനാണ് വെയിറ്റ് ചെയ്തത് കുറേ ദിവസമായിട്ട്. കണ്ടോ, കറക്റ്റ് സോങ് എടുത്തപ്പോൾ കണ്ടില്ലേ, ശ്രീഹരിക്ക് നന്നായിട്ട് അത് പല സ്ഥലത്തും അടിപൊളി എക്സൽ ചെയ്തു. ഓപ്പൺ സിംഗിങ് നല്ല, അത് ആ പാട്ടിനനുസരിച്ചുള്ളൊരു ഫ്ലോ ഉണ്ടായിരുന്നു. അത് ശ്രീഹരി അടുത്ത് നിന്ന് ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. അപ്പം റൈറ്റ് ടൈമിലാണ് നീ ഒരു പാട്ടും കൊണ്ട് വന്നത്. ആൻഡ് വൈഗ ആസ് ഓൾവേസ് പൊളിച്ചു. താങ്ക് യു ചേട്ടാ. നന്നായിരുന്നു. താങ്ക് യു. വൈഗ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു ശ്രീഹരിയെ. ആ രണ്ടുപേരുടെ ഈ ശരിക്കും ഒരു റൗണ്ട് വേണമായിരുന്നു ശ്രീഹരിക്ക് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ രണ്ടുപേർക്കും എന്തായാലും ക്ലാപ്സ്. ഇതുപോലൊരു പാട്ട് പഠിച്ച് ആൻഡ് ഓഫ് കോഴ്സ് കോറസ് ഗംഭീരം. ഓൾറൈറ്റ്, അത് തന്നെ. അപ്പൊ ഇങ്ങനെ പോട്ടെ കേട്ടോ. കുറച്ച് നാളത്തേക്ക് വിരഹം നമുക്കങ്ങ് വിടാം. കുറച്ച് ജില്ലായിട്ട് നിന്നോ. ഓക്കെ, ശരി. അപ്പൊ ഇനി എന്താ മാർക്ക് വേണോ? പിന്നെ വേണ്ട, മാർക്ക് തരാം. ഓക്കെ ഹരിചേട്ടാ, ആദ്യം നമുക്ക് ശ്രീഹരിയുടെ മാർക്കോ. ശ്രീഹരിക്ക് അപ്പൊ ഞാൻ ഇന്നൊരു 9 അങ്ങ് തരികയാണ്. താങ്ക് യു സർ. സൂപ്പർ. താങ്ക് യു ഹരിചേട്ടാ. ഷാനിക്ക. ഞാനും തരുന്നു 9. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി. ശ്രീഹരിക്ക് ആക്ച്വലി ഞാനൊരു 9 തരാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ശ്രീഹരി എനിക്ക് ലാസ്റ്റ് പെർഫോമൻസിനും ഗംഭീരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞു. അതായത് വേറൊരു ജോൺർ ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഒരു സാധ്യത ശരിക്കും ഒരു കോമ്പറ്റീഷന് ഭയങ്കര നല്ലതാണ്. അത് നല്ലൊരു സ്പിരിറ്റാണ്. അതുകൊണ്ട് ഞാനൊരു 0.5 കൂടെ ആഡ് ചെയ്ത് തരുന്നു. 9.5 കേട്ടോ. ഇങ്ങനെ മോനെ മോന്റെ പാട്ട് എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശ്രീഹരിക്ക് 27.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വൈഗയുടെ. ഹരിചേട്ടാ. വൈഗ കഴിഞ്ഞ റൗണ്ടില് ഗോൾഡൻ മൈക്ക് ഒക്കെ അടിച്ചു കേട്ടോ. അവിടുത്തെ ആ ഗോൾഡൻ മൈക്ക് അടിപൊളി. അതൊരു വിരഹഗാനം പാടി ഭയങ്കര അടിച്ചു പൊളിച്ചു. അതെ. അപ്പം ഇന്നത്തെ പെർഫോമൻസും സൂപ്പർ ആയിരുന്നു. സോ ഐ എം ഗിവിംഗ് യു ദ സെയിം 9. താങ്ക് യു ചേട്ടാ. താങ്ക് യു ഹരിചേട്ടാ. ഷാനിക്ക. വൈഗ ഇങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. 9. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി. വൈകയ്ക്ക് ഞാൻ തരുന്നത് 9.5. താങ്ക് യു ചേച്ചി. താങ്ക് യു. അപ്പോ വൈകിക്കും സെയിം 27.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു. ചേച്ചിക്ക് മാർക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടോ ഭവൻ ചേച്ചി? എനിക്കോ എന്റെ മാർക്ക് എടുക്കാതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ 10 തന്നിരിക്കുന്നു. ആക്ച്വലി വെറുതെ ഒരു രസത്തിന് നമുക്ക് ഭാവിനോട് ചോദിക്കാം. എങ്ങനെയുണ്ട് ഒരു 10 എത്ര കൊടുക്കാം? ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഇമ്പ്രസ് ആവാറില്ല. ഞാനൊരു 5 നന്നായി മാർക്ക്. ഞാൻ പറഞ്ഞില്ലേ 10 on 10 എടുത്തോ. ആദ്യമായിട്ട് ചോദിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് 10 on 10 അത് വളരെ ടഫായിരിക്കും. അപ്പൊ എന്തായാലും നല്ല മാർക്സ് ഒക്കെ കിട്ടി. ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ വേഗം പോയിക്കോ, അടുത്ത പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തോ. ബൈ.